ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിങ് കാസ്. കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഷെവർലയുടെ ക്രൂസ് ആണ്. അപ്പോൾ ക്രൂസിനെ കുറിച്ച് അധികം എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഇത് ക്രൂസിന്റെ LT എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ക്രൂസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇത് മാർക്കറ്റിലേക്ക് എത്തിയത് തന്നെ ഡീസൽ റോക്കറ്റ് എന്നുള്ള പേരിൽ തന്നെ മാർക്കറ്റിലേക്ക് എത്തിയത്. അതിന്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഈ വാഹനം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വളരെ പെട്ടെന്ന് തന്നെ 100 km/h സ്പീഡിലേക്ക് എത്താൻ പവറുള്ള അല്ലെങ്കിൽ കരുത്തുള്ള ഒരു വാഹനം തന്നെയാണ് ഈ ഒരു ഷെവർലയുടെ ക്രൂസ്. പിന്നെ അത്യാവശ്യം തിരക്കില്ലാത്ത രീതിയിൽ മൈലേജും ഈ വാഹനം തരുന്നുണ്ട്. അപ്പോൾ എടുത്തു പറയേണ്ട ആവശ്യമില്ല, ഇത് ഡീസൽ വേരിയന്റ് തന്നെയാണ്. 2011 ഇതിന്റെ മോഡൽ. ഷെവർലയുടെ ക്രൂസ് LT എന്ന് പറഞ്ഞ വേരിയന്റാണ് വരുന്നത്. ഇതിന്റെ കിലോമീറ്ററും കാര്യങ്ങളും വിശദാംശങ്ങളൊക്കെ ഈ വീഡിയോയിൽ കൂടി തന്നെ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇതിൻ്റെ വരെ കണ്ടേക്കണം. പിന്നെ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട്. എൻ്റെ വീഡിയോസ് ഒരുപാട് ആൾക്കാർക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിന് മെയിൻ കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്യുമ്പോൾ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷന് കൊടുക്കണം. എന്നാലും മാത്രമാണ് എന്നെ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഞാൻ ഡെയിലി ഒരു 6 മണി 7 മണി ടൈമിൽ എൻ്റെ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടെ ഓൾ എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഷെവർലെ ക്രൂസ് കണ്ടുവരാം. ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഷെവർലയുടെ ക്രൂസ് LT. അപ്പോൾ ക്രൂസ് LTനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഇത് ഡീസൽ വേരിയന്റ് ആണ്, ഡീസൽ റോക്കറ്റ് ആണ്. അത് എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഇറങ്ങിയ ടൈമിൽ ഇതിന്റെ ടോർക്കും കാര്യങ്ങളും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞേക്കാം. ഇത് 2000 cc ആണ് ഇതിന്റെ എഞ്ചിൻ ഡിസ്പ്ലേസ്മെന്റ് വരുന്നത്. പവർ നോക്കണമെങ്കിൽ 163 bhp 3800 rpm ജനറേറ്റ് ചെയ്യും. ടോർക്ക് നോക്കണമെങ്കിൽ 360 Nm 2000 rpm ജനറേറ്റ് ചെയ്യണം. പിന്നെ ഇതിന്റെ മൈലേജ് ARAI അപ്രൂവ്ഡ് മൈലേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 17.9 km/L ആണ്. ഈ ഒരു വാഹനത്തിന്റെ ഫുള്ള് ബോഡി ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് നേരിട്ട് തന്നെ കണ്ടു മനസ്സിലാക്കാം. ടയറിലേക്ക് നമ്മൾ പോകണമെങ്കിൽ ടയർ ഇവിടെ ഒരു 70% ടയേഴ്സ് നമുക്ക് ബാക്കി നിൽക്കുന്നുണ്ട്. കമ്പനി മെയ്ഡ് അലോയ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇനി നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ടയറും കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം. ടയർ ഇവിടെ നിങ്ങൾക്ക് ഒരു 70-75% ടയേഴ്സ് ബാക്കി നിൽക്കുന്നുണ്ട്. നല്ലൊരു എന്താ പറയുക, കമ്പനി മെയ്ഡ് അലോയ്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. കൂടാതെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നോക്കണമെങ്കിൽ ABC പില്ലേഴ്സ് ഒക്കെ ബ്ലാക്ക് ചെയ്തിട്ട് നല്ല ഭംഗിയിൽ തന്നെ കിടക്കുന്നുണ്ട്. റിയർ ഭാഗത്തെ ടയർ നോക്കണമെങ്കിൽ കുറച്ചും കൂടി ഗ്രിപ്പ് നമുക്കിവിടെ തോന്നുന്നുണ്ട്. ഒരു 80% ഗ്രിപ്പ് നമുക്കിവിടെ പറയാം. അതുപോലെ തന്നെ റിയർ ഭാഗം ബാക്ക് സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഡിഫോക്കസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഇതിൻ്റെ എന്താ പറയുക, ബാഡ്ജിങ് കാര്യങ്ങളിലേക്ക് നമ്മൾ കിടക്കണമെങ്കിൽ ക്രൂസിൻ്റെ LT എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാണാം. ഷെവർലയുടെ ലോഗോയും കാര്യങ്ങളും കാണാം. VCDA എന്ന് പറഞ്ഞ ടെക്നോളജിയുടെ ബാഡ്ജിങ് കൂടി നിങ്ങൾക്ക് ബാക്കിൽ തന്നെ കാണാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഒന്ന് പരിചയപ്പെടാം. ഞാൻ ജസ്റ്റ് ഡോർ ഒന്ന് ഓപ്പൺ ചെയ്യണം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു ലെതർ ഫിനിഷിൽ വന്നിരിക്കുന്ന ഡോർ പാഡിൽ വന്നിരിക്കുന്ന ആ ഡിസൈൻ നിങ്ങൾക്ക് കാണാം. അതുകൂടാതെ തന്നെ 4 പവർ വിൻഡോസും അതേപോലെ എന്താ പറയുക ORVM കൺട്രോൾസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. സീറ്റ് നോക്കുകയാണെങ്കിൽ സീറ്റും വളരെയധികം ക്വാളിറ്റിയുള്ള റിച്ച് ഫീൽ വരുന്ന സീറ്റും ഇൻറ്റീരിയേഴ്സ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ കാണാം. എയർ ബാഗ് സപ്പോർട്ട് അവിടെ ഉണ്ട്. മിഡിലിൽ ഒന്ന് നോക്കുകയാണെങ്കിൽ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ കാണാം. ഇനി നമുക്ക് കിലോമീറ്റർ ചെക്ക് ഓൺ ചെയ്യണം. ഞാൻ ജസ്റ്റ് കീ ഒന്ന് പവർ ഓൺ ചെയ്യണം. പവർ ഓൺ ചെയ്യുമ്പോൾ എത്ര കിലോമീറ്റർ ഓടി അങ്ങനത്തെ കാര്യങ്ങൾ നമുക്കൊന്ന് കിടന്നേക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം അറൗണ്ട് 99,000 കിലോമീറ്റേഴ്സ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാം 99,117 ആണ് കിലോമീറ്റർ കവറേജ് വരുന്നത്. ഇനി നമുക്കൊന്ന് എക്സിറ്റ് അടിച്ചിട്ട് ഇതിൻ്റെ പാസഞ്ചർ സൈഡ് എങ്ങനെയൊക്കെയാണ് എന്നുകൂടി പരിചയപ്പെടേണ്ട ആവശ്യമുണ്ട്. അതിവിശാലമായിട്ടുള്ള സ്പേസ് ആണ്. ഇവിടെ നമുക്കൊരു ആംബ്രസ്റ്റും കിട്ടുന്നുണ്ട്. കൂടാതെ കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വരുന്നുണ്ട്. സീറ്റൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ ക്വാളിറ്റി ഉള്ള സീറ്റ്സ് നല്ല ഭംഗിയോടുകൂടി തന്നെ ഇരിക്കുന്നു. ആ ഒരു മൾട്ടി കളറിലാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് എക്സിറ്റ് അടിച്ചിട്ട് ഇതിൻ്റെ എഞ്ചിൻ ഭാഗവും അതേപോലെ ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം.
അപ്പോൾ ഫുള്ളി കവേർഡ് ആയിട്ട് വന്നേക്കണ എഞ്ചിൻ ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ലിഡും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിരുന്നുണ്ട്. നിങ്ങൾക്ക് വിശദമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് നോക്കാവുന്നതാണ്. അടുത്തത് നമുക്ക് ബൂട്ട് സ്പേസ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ബൂട്ട് സ്പേസ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, സ്പേസ് ആണോ സ്പേഷ്യസ് ആണോ എന്ന് കൂടി നമുക്ക് നോക്കിയേക്കാം. ഇവിടെ നിങ്ങൾ കാണുമ്പോൾ ഇതൊരു സെഡാൻ മോഡൽ ആയതുകൊണ്ട് തന്നെ ലാവിഷ് ആയിട്ടുള്ള ബൂട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. കണ്ടോ, നമുക്ക് അതിവിശാലമായിട്ടുള്ള ബൂട്ടാണ് കിട്ടുന്നത്. കൂടാതെ നമുക്ക് സീറ്റ് അവിടെ നിന്ന് ഡൗൺ ചെയ്തിട്ട് ബൂട്ട് സ്പേസ് കൂട്ടാവുന്ന ഒരു ഓപ്ഷൻ കൂടി നമുക്ക് വാഹനത്തിനുണ്ട്. ഇതിൻ്റെ എഡ്ജ് ടു എഡ്ജ് വ്യൂ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ലിഡിൻ്റെ ആ ഒരു ടെയിൽ ഗേറ്റിൻ്റെ ഫുൾ കവറേജ് വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡെൻറ്റോ കാര്യങ്ങൾ എന്തെങ്കിലും സ്പോട്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ പോസ് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു ഷെവർലെ ക്രൂസിന്റെ ആ ഒരു വിശേഷങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് വണ്ടി? സൂപ്പർ വണ്ടി അല്ലേ? നല്ല കരുത്തുറ്റ വണ്ടിയാണ്. അത് നിങ്ങൾ ജസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ മനസ്സിലാവും, അതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. കൂടാതെ തന്നെ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ഒരു വാഹനമാണ്. അതിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. കൂടാതെ നമുക്ക് ഇത് LT വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് അലൈവിൽസ് അങ്ങനത്തെ കാര്യങ്ങൾ, ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നിറഞ്ഞിരിക്കേണ്ട ഈ വാഹനത്തിൽ. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞേക്കാം. അതിനൊക്കെ മുമ്പ് തന്നെ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യണമെങ്കിൽ വാഹനം സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സും എൻ്റെ പേഴ്സണൽ അപ്ഡേറ്റ്സും, അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ മെസ്സേജ് അയക്കാം, ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ലിങ്കിൽ കൂടി ലിങ്ക് ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഇതിൻ്റെ റേറ്റ് 3.85 lakhs ആണ്. 3,85,000 രൂപയാണ്. പിന്നെ ഒരുപാട് ആൾക്കാരുടെ സംശയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് പാർട്സും കാര്യങ്ങളൊക്കെ കിട്ടുമോ എന്നാണ് ചോദ്യം. ഷെവർലയുടെ പാർട്സൊക്കെ ഇപ്പോഴും നിലവിൽ അവൈലബിൾ ആണ്. പിന്നെ നല്ല വർക്ക്ഷോപ്പിലൊക്കെ ഇപ്പോഴും ഈ ഒരു വാഹനത്തിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം കാര്യങ്ങളൊന്നും വേണ്ട. ഉടനെ തന്നെ വേറെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ കൂടി വരുന്നുണ്ട്. അപ്പോൾ വെറൈറ്റി വീഡിയോസും അതേപോലെ തന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ഹിറ്റ് ചെയ്ത് ഓൾ ക്ലിക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് വേറെ വാഹനത്തിൻ്റെ റിവ്യൂ ആയിട്ട് കാണാം.